ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നതാണ് HSST കോമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്ന HSST കോമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ ഇത്രയും വൈകി വരുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീഷനും കൂടുതലാണ്, എന്നാൽ കൂടുതലായിട്ടുള്ള എക്സ്പെക്റ്റേഷനുമാണ്. നമ്മൾ ഒത്തിരി കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ വരുന്നത് 127/2024 ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം, കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് കൊമേഴ്സ്. അപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 45,600 to 95,600 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ പൊതുവെ PSC ഇങ്ങനത്തെ എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന എക്സാമുകൾ വിളിക്കുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ലിസ്റ്റ് വന്നിട്ടുള്ള കാലഘട്ടത്തിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ വൺ ടൈം പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി അയക്കാവുന്നതാണ്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 20 to 40. ഇനി ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറികൾക്ക് അങ്ങനെയുള്ള റിലാക്സേഷൻ ലഭിക്കുകയും ചെയ്യും. ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കാം. മാസ്റ്റർ ഡിഗ്രി വേണം. കൺസേൺ സബ്ജക്റ്റ്, നമ്മുടെ സബ്ജക്റ്റ് കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി ആവശ്യമാണ്. നോട്ട് ലെസ് ദാൻ 50% മാർക്ക്, 50% മാർക്ക് കുറയാതെ ഉള്ള മാർക്കുള്ള ഒരു മാസ്റ്റർ ഡിഗ്രി കൺസേൺഡ് സബ്ജക്റ്റിൽ വേണം. മീൻസ് കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി ആവശ്യമാണ്. അതുപോലെ തന്നെ BEd ആവശ്യമാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷനായി പറയുന്നത് BEd ഇൻ കൺസേൺഡ് സബ്ജക്റ്റ് ആണ്. അപ്പം കൊമേഴ്സിൽ BEd ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് സെക്കൻഡ് പോയിന്റ് മുതൽ പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് BEd ആണ്. ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി BEd ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻസ് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, കാരണം കൊമേഴ്സ് സബ്ജക്റ്റിൽ ഉറപ്പായിട്ടും ഒത്തിരി BEd ഉള്ള ആളുകളുണ്ട്. BEd സെറ്റ് നെറ്റ് എല്ലാം ഉള്ള ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ ദ ആബ്സെൻസ് ഓഫ് BEd ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് തേർഡ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ പോസ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ബൈ ഏജൻസി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന സെറ്റ് എക്സാം ഉണ്ട്. ആ സെറ്റ് എക്സാം പാസ്സായിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം അയക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 3 ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. 50% കുറയാതെയുള്ള MCOM ഡിഗ്രി, BEd, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് നടത്തുന്ന സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. എനിക്ക് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉണ്ടാകുന്ന നെറ്റാണ്. നെറ്റ് സെറ്റിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നെറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 17 ജൂലൈ 17 വെനസ്ഡേ 12 മണി വരെയാണ് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റുക. ഇപ്പം തന്നെ ലിങ്ക് ഓപ്പൺ ആണ്. പലർക്കും ചിലപ്പോൾ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നെലിജിബിലിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇന്നെലിജിബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ ഫോട്ടോഗ്രാഫിൻ്റെ എക്സ്പയറി കഴിഞ്ഞതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഫോട്ടോസും വീണ്ടും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം 17 തീയതിക്ക് കാത്തു നിൽക്കേണ്ട, ജൂലൈ 17 കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി എക്സാമിൻ്റെ സിലബസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സിലബസ് നമ്മൾ ഈയിടെ PSC നടത്തിയിട്ടുള്ള ഒത്തിരി എക്സാം ഉണ്ട്. കോളേജിറ്റ് എക്സാം, അതുപോലെ തന്നെ ലെക്ചറിങ് കോമേഴ്സ്, NVT കോമേഴ്സ്, ഈ എക്സാമുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള സിലബസാണ് PSC പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ PSCയുടെ ഈ എക്സാമുകൾക്കൊക്കെ എന്താണ്, കോമൺ സിലബസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ സിലബസ് തന്നെ HSST കോമേഴ്സിനും റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ 99% സിലബസ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ NVT കോമേഴ്സിൻ്റെ ലെക്ചറിങ് കോമേഴ്സിൻ്റെ ഒക്കെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കുക. ഈ സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡീസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ആപ്പിൽ HSST കോമേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്